കൊതിയമ്പിളിയെ പ്രിയ സുന്ദരിയെ പറയാതൊരു നാൾ വരിയെ ഇരവായുടനെ എരിയെന്നരികെ പറയാൻ മടിയാണിടിയേ കടന്നൽ മിഴിത്തുമ്പ് കൊള്ളുന്നടേ കടൽ കണ്ണ് നുള്ളുന്നടേ പതിയെ പെണ്ണ് പൊതിയെ ചെറുപനി പോൽ പതിയെ പകരനുള്ളിൽ ചൂടന്ന്. നെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓർമ്മകളാണുള്ളത്. പക്ഷേ ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. തിരുവനന്തപുരത്ത് നടന്നപ്പോഴാണെങ്കിലും വെക്കേഷൻ തിരുവനന്തപുരത്ത് നിൽക്കും. പക്ഷേ ഞാനും ചേച്ചി എപ്പോഴും അടിപിടിയായിരുന്നു. എന്നെ പിച്ചും മാന്തും അങ്ങനെയൊക്കെയാണ് ചെറുപ്പം തൊട്ടേ. സ്റ്റിൽ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഓർമ്മകൾ ഞങ്ങൾ 6 മാസത്തെ ഡിഫറൻസ് ആണ് ഞാനും ദീപൻ തമ്മിലുള്ളത്. ഭയങ്കര സ്ട്രോങ് ആണ് ദീപ. കാര്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. സിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കൂട്ടത്തിലാണുള്ളത്. പക്ഷെ എന്നാലും അതെല്ലാം ഓവർകം ചെയ്ത് ഭയങ്കര സ്ട്രോങ് ആണ് ആള്. ഇനി മുമ്പോട്ടുള്ള ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ് ദീപ ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. ജിജോ ചേട്ടനെ ചിരിപ്പിക്കുക, വേദനിപ്പിക്കാണ്ടിരിക്കുക, ഇങ്ങനെ തന്നെ ഇരിക്കുക. ഡോണ്ട് ചേഞ്ച്. ഫാമിലി നല്ല അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാത്തിനും ഞാനും അപ്പു ചേട്ടനും ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Our souls are intertwined. You're the reason that I breathe. Girl, you're my lifeline. Tomorrow, baby, if I die, I'll come and find you in the next lifetime. Girl, baby, I can't be. 2026 ആണ് ഞങ്ങളുടെ 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന വർഷമാണ്. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാ സോണുകളും, അതായത് ഇമോഷൻ്റെ അറ്റം, ഹാപ്പിനെസ്സിൻ്റെ അറ്റം എല്ലാം ഞങ്ങൾ അങ്ങോട്ട് എല്ലാത്തിനും ഒന്നിച്ച് തന്നെയായിരുന്നു. ഒരാള് നമ്മുടെ ലൈഫിൽ എന്താ നമുക്ക് വേണ്ടി മരിക്കാൻ വരെ റെഡി ആയിട്ട് ഒരാളുണ്ടാവും അറിയില്ലേ. അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഒരാളാണ് ദീപച്ചി. ജിജോ അതേപോലെ തന്നെ ഒരാളാണെന്നാണ് നമ്മുടെ ടില്ലേറ്റ് നമ്മുടെ ഒരു ഇത്. അപ്പം വെരി ഹാപ്പി മാരീഡ് ലൈഫ് ദീപ. Be without you, girl. You make me insane. അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നരേ നെഞ്ചിലെ എൻ ശ്വാസത്തരിയൻ ചാരത്തിരേ അടിയെ നീയെ പുഞ്ചിരിച്ചാരെ വന്നരേ നെഞ്ചിലെ എൻ ശ്വാസത്തരിയൻ ചാരത്തിരേ. ദീപയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് ദീപയല്ല, ഞങ്ങൾ വിളിക്കുന്ന ദീപാച്ചി അല്ലെങ്കിൽ ദീപാത്തു അല്ലേ, എന്തായിരുന്നു, പിന്നെ ഒരുപാട് പേരുകൾ, ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ ജനറേഷൻ ഈ വീണ, ശാന്തി, ഞാൻ, സോനു, സോണി ചേച്ചി, ഇവരുടെ ജനറേഷൻ കഴിഞ്ഞിട്ട് ഒരു 10 years ഗ്യാപ്പിലാണ് ഇവളുണ്ടായത്, ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൈമാറി ഞാനടക്കം കൈമാറി എടുത്തുകൊണ്ട് നടന്നിരുന്നതാണ്. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു കുഞ്ഞനിയത്തിനെ പോലെ ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. സത്യം, അവളെ ഞങ്ങള് ശരിക്കും നിലത്ത് വെച്ചിട്ടില്ല. അതുപോലെയാണ് അവളെ ഇറിറ്റേറ്റ് ചെയ്യാനും അവളെ ദേഷ്യം പിടിപ്പിക്കാനും പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ അവളുടെ ഇംഗ്ലീഷും മംഗ്ലീഷും മലയാളം ഒക്കെ ഭയങ്കര ഫുൾ ലൊക്കാലിറ്റിയിൽ ഫേമസ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ അവളിങ്ങനെ ഒരു ഭാര്യ ആവാൻ പോണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കണ്ണോട് കണ്ണിമ പോലെ വിണ്ണോട് വെൺമതി പോലെ ആരോ നീയോ കല്ലായി നിന്നവനാണെ കാണാത്തൊരൻപൊളിയാലേ രാഗും കയ്യോ നേരോ പൊയ്യോ സഖിയേ കടലിൽ കലരും നദിയേ സ്വർണ്ണത്തീനാളമോ മുല്ലപ്പൂക്കാലമോ വർണ്ണക്കോലങ്ങളോ നെഞ്ചാകെ ഇന്നാവോ പിള്ളത്തേൻ
തിന്മകളിൽ ഞങ്ങളെ രക്ഷിക്കാൻ വരാനേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷ ഒരുവനെ ഉപേക്ഷ ലോകത്തിൽ കേൾക്കപ്പെട്ടില്ലെന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകയെ ദയുള്ള മാതാവേ, ശരണപ്പെട്ട അങ്ങേ തൃപ്പാദങ്ങൾ ഞാൻ അണിയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയെ ദൈവത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവിൻ്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടർമേ. ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ wasn't looking for forever, just trying to make it through the night, and somehow you found me right when I stopped asking why. I've been down roads that led to nowhere, hearts that faded over time. Every promise turned to silence, every love just passed me by. I was almost done believing, almost closed that part of me. You walked in like a moment that was always meant to be. Now I see it clear somehow. Every wrong turn led me now. God found you for me right when I was losing faith. Every broken piece in me fell right into place. It wasn't chance, it wasn't luck, it's deeper than it seems. God found you for me, like you were always meant for me. There's a calm in how you hold me, like you've known me all along. Like my past was just a story, just to lead me where I belong. In your eyes I see no ending, no what if and no maybe. Just a love that feels like something heaven chose so carefully. Every doubt I used to feel doesn't stand when you are real. God found you for me right when I was losing faith. Every broken piece in me fell right into place. It wasn't chance, it wasn't luck, it's deeper than it seems. God found you for me, like you were always meant for me. If I had met you sooner, would I know what this is worth? Would I feel this kind of wonder if I hadn't walked through hurt? Now I know every second, every lonely memory was just time being patient till you were here with me. God found you.
കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയുടെ വലിയ സർവേശനും
ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആദരണീയമാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകുന്നു. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ജീവിതകാലം മുഴുവൻ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കുറഞ്ഞത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ
ഞങ്ങൾ നീ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്ഥലത്തിന്റെ നാഥൻ സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന. എപ്പോഴും എല്ലാവരുടെയും പ്രതി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് എന്ന പോലെ ആയിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്. ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണയായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധയും കളങ്കരഹിതയുമായിരിക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹാ സഭയെ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മൂശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട ജിജോ, ദീപ, പ്രിയപ്പെട്ട ജിജോയുടെ മാതാപിതാക്കളെ, ദീപയുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ CMA സഭയിലെ വൈദികരെല്ലാവരും ആഘോഷപൂർവ്വം ജിജോയുടെ കല്യാണത്തിന് വന്നിരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഏക ജസ്വിറ്റാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഈ ബലിയിൽ ജിജോയുടെ ദീപയുടെ ഈ കല്യാണത്തിന് സംബന്ധിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. കാരണം ജിജോ എൻ്റെ അടുത്ത് സൗഹൃദത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ ജബോയി എൻ്റെ പ്രിയപ്പെട്ട ഒരു അനിയനെ പോലെയാണ് എനിക്ക്. ജബോയ്ക്കും അങ്ങനെയാണ്. സണ്ണീച്ചിനെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഞങ്ങൾ ഇന്ന് രാവിലെയും വിളിച്ചു. എന്നിട്ട് ഞാൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ജബോയി നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അതിനെ അച്ഛൻ അങ്ങനെ പറയുന്നത് വേഗം പോരെ എന്നാ പറയുന്നത്. അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. അത് ജോയുടെ സഹോദരന്മാർ, ജബോയുടെ സഹോദരന്മാർ, സഹോദര അനിയനുണ്ടല്ലോ ജബോയുടെ, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ. ജിയോനയുടെ അതിർവാലിക്ക് ഞാൻ വന്നായിരുന്നു. അവളവിടെ ഇത് ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹവും താല്പര്യം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. കുമാരനല്ലൂര് ഞങ്ങളുടെ ജസ്റ്റിസ് ഹൗസിൽ ജബോയി വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ഏതോ ഒരു കുടുംബത്തിലുള്ള ഒരാൾ വിളിക്കുന്ന ഒരു പ്രതീതിയാണ് ജബോയുടെ രീതി. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലല്ല. അത് വളരെയധികം ആകർഷണീയമാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലെ ഒരു സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുക. സുവിശേഷത്തിലെ ഈശോ പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. കൊലോസപ്പസ്തലൻ തന്റെ ലേഖനത്തിൽ അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ഫാമിലി രൂപപ്പെടുക ഇന്ന്, ഒരു കുടുംബ രൂപീകരണം ഇന്ന് നടക്കുക. ആ കുടുംബ രൂപീകരണത്തിൽ ദമ്പതികൾ രണ്ടുപേരും ചങ്കായി, ബ്രോവയായി, അടയായി, ചക്കരയായിട്ട് പോകാനുള്ള ആഹ്വാനമുണ്ട്. വിളി സ്വീകരിക്കുക വേണ്ടുമെന്നുള്ള നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രവർത്തനത്തിലാണ്. നമുക്ക് ചോയ്സ് ഉണ്ട് അല്ലേ? ചോയ്സ് ഉണ്ട്. വേണേ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ക്രിസ്ത്യാനിയുടെ വിവാഹം അങ്ങനെയല്ല. ക്രിസ്ത്യാനിയുടെ വിവാഹം ദൈവ നിയമമാണ്, കൂദാശ വചനമാണ് എന്ന് സുവിശേഷത്തിൽ പറഞ്ഞത്. വിവാഹത്തിന്റെ കൂദാശ വചനമാണ് മാർക്കോസിന്റെ 10-ാം അധ്യായത്തിൽ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങള്. ദൈവമാണ് യോജിപ്പിച്ചത്, അതുകൊണ്ട് മനുഷ്യൻ വേർപെടുത്തരുത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന വിവാഹ മോചനത്തിലൊക്കെ ഈ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അടുത്ത്, ഞാൻ ഫാമിലി കൗൺസിലർ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ട്, ദമ്പതികള് ഇന്ന് ഉച്ച കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, ക്രിസ്തീയ ദമ്പതികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈശോയുടെ വചനം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഗ്രഹിച്ചിട്ടില്ല. നിങ്ങളത് ഒരു മാംസം ധരിക്കണം. ആ വചനം മാംസം ധരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭാര്യ ഭർത്താവിനെ കൊണ്ട് ആവശ്യമില്ല, ഭർത്താവ് ഭാര്യയെ കൊണ്ട് ആവശ്യമില്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ സെക്ഷൻ നടത്തുമ്പോൾ അവരോട് പറയും, ഇതാരാണെന്ന് ചോദിക്കും. എൻ്റെ കെട്ടിയവനാന്ന് പറയും. മറ്റേ ആൾ പറയും, എൻ്റെ കെട്ടിയവളാന്ന് പറയും. അല്ല, ഇതെൻ്റെ പെണ്ണും എൻ്റെ ചെക്കനുമാണ്.
പെണ്ണും ചെക്കനുമാണെന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ അടുപ്പമുണ്ട് നമുക്ക്. ഇതെന്റെ പെണ്ണാണ് എന്ന് ജിജോയ്ക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഇതാണ് അല്ലേ, ഒരു അടുപ്പമാണ്. ആ അടുപ്പം ഉണ്ടായിരിക്കണം. ഇതെന്റെ പെണ്ണാണ് എന്ന് ജിജോ പറയുമ്പോൾ അതിനകത്ത് ആരുടെയും പെണ്ണല്ല. ആ പെണ്ണിനെ എന്റെ സംരക്ഷണത്തിന്, എന്റെ സുരക്ഷിതത്വത്തിന് തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുക. കുറവുകളുണ്ടല്ലോ, മനുഷ്യമായ കുറവുകളുണ്ട്. അപ്പോൾ അവളുടെ കുറവുകളെയല്ല, ഗുണങ്ങളെ നമ്മൾക്ക് കാണുവാൻ, നന്മ കാണുവാൻ ജിജോയ്ക്ക് സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒപ്പം ദീപയ്ക്കും ഈ നമ്മുടെ ജിജോ വെറും ഹസ്ബൻഡായിട്ട് നിർത്തുകയത് എൻ്റെ ചെക്കനാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അവരോട് പറയും, നിങ്ങളുടെ മുതിർന്ന ഒരു ആൺകുട്ടി ഉണ്ടെന്ന് സങ്കല്പിച്ച് ആ ആൺകുട്ടിക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കും. അപ്പം പറഞ്ഞു, ഞാൻ അവൻ വളരുമ്പോൾ അവൻ്റെ ഷൂ ഇട്ട് കൊടുക്കും, ഭക്ഷണം കാലാക്കി കൊടുക്കും, ഞാൻ അവൻ്റെ നല്ല വസ്ത്രങ്ങള് ചെളി പിടിച്ചതെല്ലാം ഞാൻ കൊണ്ടുപോയി കഴുകി കൊടുക്കും, ഇതെല്ലാം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് നിങ്ങളുടെ മൂത്ത ചെക്കനായിട്ട് തന്നെ കണ്ടു നോക്കിക്കേ, ഒരു ഇമാജിനറി ആയിട്ട്. അപ്പോൾ എന്ത് കൊടുക്കാം, എനിക്കെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ജിജോയ്ക്കും ദീപയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്ത മുന്നോട്ട് പോകേണ്ടത് എൻ്റെ പെണ്ണാണ്, ഇത് ആരുടെയും പെണ്ണല്ല. കാരണം കർത്താവായ യേശുക്രിസ്തു തന്റെ കൂദാശ വചനങ്ങളിലൂടെ അസന്നിഗ്ധമായിട്ട് പറയും, ജിജോ എന്ന് ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഈ പെണ്ണിനെ നിന്റെ ശ്വാസമുള്ളിടത്തോളം കാലം സംരക്ഷിക്കാനും സുരക്ഷിതരായിട്ട് കൊണ്ടുപോകുവാനും നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ദീപയ്ക്കും ഇതേ രീതിയിൽ എൻ്റെ ചെക്കനോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈക്കോ അനലിസ്റ്റായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന 8 കാര്യങ്ങളുടെ മച്യൂരിറ്റി നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ബയോളജിക്കൽ മച്യൂരിറ്റി വേണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫിറ്റ് ആയിരിക്കണം, കമ്പാറ്റബിലിറ്റി നമുക്ക് ഉണ്ടാക്കണം. അത് ശാരീരികമായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അത് പുറമേ ഉള്ളത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ കൊള്ളാലോടാ എന്ന് പറയുവാനായിട്ട് 2 പേർക്കും പരസ്പരം കാണണം. അതിലെ കുറവുകളെയല്ല, അതിൽ കാണുന്ന പ്രകാശമാനമായിരിക്കുന്ന ആ ഒരു അപ്പിയർനെസ്സിൽ കാണുന്ന അത് നമുക്ക് ഉണ്ടാകണം. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? സെക്ഷുവൽ മച്യൂരിറ്റി വേണം. ഇപ്പോൾ അവിവാഹിതയാകുന്ന പക്വതയായിട്ടുള്ള ഏജ് ആയിട്ടുള്ളവരെ ആ വിവാഹം, ശൈശവ വിവാഹം അല്ല നടത്തുന്നത്. അതുകൊണ്ട് അവര് ആ ഏജിന് ആനുപാതികമായ സെക്ഷുവൽ മച്യൂരിറ്റിയിലേക്ക് വരണം. എന്നാലും ഒരു വിവാഹ ജീവിതം, ദമ്പതികളുടെ ജീവിതം നന്നാവുകയുള്ളൂ എന്ന് ഫ്രോയിഡ് പറഞ്ഞു വയ്ക്കും. മൂന്നാമതായിട്ട് പറയും, അത് സാമൂഹിക മെച്യൂരിറ്റി വേണം. സോഷ്യലിൽ 2 പേരും കൂടെ എവിടെ പോയാലും, ഇപ്പം ദീപയുടെ വീട്ടിൽ പോയാല് 2 പേരും കൂടെ പോകണം. പിന്നെ ജിജോയുടെ വീട്ടിലേക്ക് ആയിക്കോളും എവിടെ യാത്ര ചെയ്താലും നിങ്ങൾ ഒരുമിച്ച് പോകുവാൻ സാധിക്കുന്നെങ്കിൽ സാമൂഹികമായിട്ട് നിങ്ങൾക്ക് അടുത്തിരിക്കാം. എല്ലാ കർമ്മങ്ങളിലും എല്ലാ ചടങ്ങുകളിലും കഴിവതും നിങ്ങൾ ഒരുമിച്ച് പോകുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കും, അത് കൾച്ചറൽ മച്യൂരിറ്റി വേണം. ഒരു സാംസ്കാരികമായിട്ട് നമ്മുടെ എല്ലാ കുടുംബത്തിലും ഒരു കൾച്ചറുണ്ട്. അതുപോലെ ദീപയുടെ കുടുംബത്തിൽ ഒരു കൾച്ചറുണ്ട്, ജിജോയുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിലും ഒരു കൾച്ചറുണ്ട്. ഈ കൾച്ചർ എന്താണെന്ന് പതുക്കെ പഠിക്കണം. അതുപോലെ ഈ ഇടവകയുടെ കൾച്ചർ എന്താണെന്ന് പഠിക്കണം. അതുപോലെ എറണാകുളത്തെ ഇടവകയുടെ കൾച്ചർ എന്താണെന്ന് പഠിക്കണം. കലൂര് അവിടെ ഞങ്ങൾക്ക് ഹൗസ് ഉണ്ട് കേട്ടോ, ഈശോ സഭയ്ക്ക് ലുവൻ ജ്യോതിസ് ഉണ്ട്. അപ്പോൾ ഈ കൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഈ കുടുംബത്തിന്റെ കൾച്ചർ മാറ്റിമറിച്ചിട്ട് ഒരു മുന്നോട്ട് പോകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരാജയമായിരിക്കും. അതുകൊണ്ട് ഇതിൽ ഇഴുകിച്ചേരുവാനായിട്ട് 2 കൂട്ടരും ആ കുടുംബത്തിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇഴുകിച്ചേരാനും, ഈ കുടുംബത്തിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി ഇതിലേക്ക് ഇഴുകിപ്പോകാനും സാധിക്കണം.
അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യലായിട്ടുള്ള മച്യൂരിറ്റി വേണം. നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു പക്വത വേണം. അതിനകത്ത് ഒത്തിരി പണം ഉണ്ടാകണമെന്നല്ല, വരവിൽ കൂടുതൽ ചെലവഴിക്കരുത്. വരവിൽ കൂടുതൽ ചെലവഴിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ലുപ്തരാകാനല്ല, പിശുക്കന്മാരും ആകാനല്ല, ആവശ്യ കാര്യത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കുകയും അതേസമയം നാളേക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആറാമതായിട്ട് ഉണ്ടാകേണ്ടത് എന്താണ്? സ്പിരിച്വൽ മച്യൂരിറ്റിയാണ് ഉണ്ടാകേണ്ടത്, ആത്മീയമായൊരു മച്യൂരിറ്റി. അതെ, നമ്മളെ അതിർവാന വഴി അല്ലെങ്കിൽ കുദാശകൾ വഴി കിട്ടിയ വരപ്രസാദം കളഞ്ഞു കുളിക്കാതെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ മച്യൂരിറ്റി ഉണ്ട്. ഏഴാമതായിട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകുന്നതും ഒരു മച്യൂരിറ്റിയുടെ ഭാഗമാണ്. എൻ്റെ ആരോഗ്യം, ജിജോയുടെ ആരോഗ്യം എന്ന് ദീപയെ കാണിക്കണം, ദീപയുടെ ആയിരിക്കും. കാരണം ദീപയായിരിക്കണം ജിജോയെ ഇനി മുതൽ അങ്ങോട്ട്. ഇതുവരെ ജിജോയുടെ അമ്മയാണ് അത് നോക്കി ആ ആരോഗ്യത്തിന് ശ്രദ്ധിച്ചുവെങ്കിൽ ദീപയായിരിക്കണം ആ ശ്രദ്ധിക്കേണ്ടത്. തിരിച്ചു എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള അവയർനെസ് എനിക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എട്ടാമതായിട്ട് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. മറ്റേ ഞാൻ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം. കാരണം ജിജോയ്ക്ക് എന്തെങ്കിലും വിധത്തിൽ എന്നോട് ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആത്മീയമായ ഒരു ഉറപ്പുണ്ടെങ്കിൽ ജിജോയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കും. ആ ക്ഷമയാണ് ഈ മച്യൂരിറ്റിയുടെ ആധാരം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു പക്വമതിയായ രണ്ടുപേര്, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വന്ന് ദൈവത്തിന്റെ പ്രത്യേക കൃപാകടാക്ഷത്താൽ അവർ ഒന്നായി, ശരീരവും മനസ്സും ഒന്നായി നാളേക്ക് വേണ്ടി പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. നാളെ പുതിയ തലമുറയെ, ഇന്നിപ്പം മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ദമ്പതികളുണ്ട്, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എന്നിട്ടല്ലേ മക്കൾ ഒരു 5 വർഷം കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് നമുക്കാണ്. അന്നേരം ദൈവത്തിന്റെ സമയമല്ല, ആ സമയം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ആരംഭ ദിവസം തന്നെ നിങ്ങൾ അന്വേഷിക്കണം. രണ്ടുപേരും ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പുതു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാനാണെന്നും അത് ഇപ്പോൾ വേണമെന്നും ഉള്ളത് ആശയവിനിമയത്തിലേക്ക് നിങ്ങൾ പോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജിജോ, ദീപ, നിങ്ങൾ ഇതുവരെയും 10, 25 അല്ലെങ്കിൽ 30 വയസ്സ് വരെ ജീവിച്ചുവെങ്കിൽ ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, രണ്ടുപേരും കൂടിയാണ് ഈ ജീവിതം നൗക തുഴഞ്ഞു കൊണ്ടുപോകുന്നത്. അത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ, സുവിശേഷത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ, കർത്താവിന്റെ ഹിതം അനുനിമിഷം അന്വേഷിക്കുവാൻ, എന്താണ് ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് അന്വേഷിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പക്വമതിയായി ജീവിക്കുക. കൊടുത്തും കൊണ്ടും വർത്തമാനം പറഞ്ഞും. പക്ഷേ പിണക്കം ഉണ്ടാകാം. 2 വ്യക്തികളാണ് നിങ്ങൾ. ഈ വ്യക്തികളിലെ സ്വഭാവ സവിശേഷതകളുണ്ട്, ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവമാണ് യോജിപ്പിച്ചത്, കർത്താവായ യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് കരുതുന്നവർ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവ് വരാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുവാൻ, എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ കുരിശിലേക്ക് നോക്കിയിട്ട് പിടഞ്ഞ് മരിക്കുന്ന തകർപ്പക്കപ്പെട്ട യേശുവിനോടുള്ള അഭേയമായ വ്യക്തിബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കും. കുരിശിലെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹക്ക് 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറയുന്ന പരിധിയില്ലാതെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും വിട്ടുകൊടുത്ത് ലെറ്റ് ഗോ, പോട്ടെ എന്ന് വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വളരെ വിജയകരമായി തീരും. അതുകൊണ്ട് തന്നെ എളിമപ്പെടുത്തി താഴ്ത്തി കൊടുത്തുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ ഇനി മുതൽ ഞങ്ങൾ രണ്ടല്ല, ഇമ്മിടി വലിയ ഒന്നാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈശോ തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് 2 കുടുംബങ്ങളിലും
ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയെ മാതാവേ നിന്റെ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ശത്രുക്കളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഇന്ന് എടുക്കുന്ന വ്രതത്തിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകാത്ത രീതിയിൽ അമ്മയെ മാതാവേ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിറങ്ങി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛന്മാരുടെ പേരില്, ഇടവക ജനത്തിന്റെ പേരില് നിങ്ങൾക്ക് പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന തീരിടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആദിയിൽ പുരുഷന്റെ ജീവിത സഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജിജോ എന്ന് വിളിക്കപ്പെടുന്ന സെബാസ്റ്റ്യൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ദീപ എലിസബത്തിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ദീപ എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
നിന്നോട് ചെയ്യാൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു നിന്നോട് ചെയ്യാൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യ യോസിപ്പിതാവും കന്യാസികയും ഓമൽ സുതരാമീശോയും യോസിപ്പിതാവും കന്യാസികയും ഓമൽ സുതരാമീശോയും കുടുംബനാഗവേദിയിൽ ആത്മാവരം ചെയ്തതുപോലെ ചെയ്യാം ഉറപ്പമാകാം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ.
വിശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടുമോ? ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലക്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീ കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. മനുജനെ സൃഷ്ടിച്ച അഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെ സായി അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളണമേ. ഇവരുടെ ജീവിതമെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശപ്രതീക്ഷകളും സഫലീകൃതമാക്കിയിടണമേ. ആവശ്യമേറെന്നും സഹായം കണ്ടരുളീണമേ. മിത്രങ്ങളെയും നൽകണമേ. ഇവരെ കാത്തരുളീണമേ. അരുളിയ പോലെ നീ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാനരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നൽകും ശുദ്ധിയ
കേൾക്കുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനീയ കുറിച്ചടയാളം വഴിയായി നാം സംരക്ഷിതരായി പുത്രിതരായി ഭവിക്കട്ടെ Could be honest here in this moment. I've been so nervous to stand here with you. They're all here for us, and I feel their aura, but just for a moment I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. If I could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise. ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിൽ രണ്ട് ഹൃദയങ്ങൾ ഒരേ വഴിയിലേക്ക് ചേർത്ത് ജീവിതയാത്ര ആരംഭിക്കുന്ന ജിജോപ്പൻ ചേട്ടായിക്കും ദീപ ചേച്ചിക്കും ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ഇനി നമുക്ക് ചേട്ടന്റെയും ചേച്ചിയുടെയും ഫാമിലിയെ പരിചയപ്പെടാം. വരൻ ജിജോ മാത്യു എന്ന ജിജോപ്പൻ ചേട്ടായി ട്രിവാൻഡ്രം ലൂർദ് മാതാ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി എറണാകുളത്തുള്ള D63 സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഫങ്ഷണൽ കൺസൾട്ടന്റ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആയി വർക്ക് ചെയ്യുന്നു. വധു ദീപ എലിസബത്ത് CA ഫൈനലിസ്റ്റ് ആണ്. ഇപ്പോൾ എറണാകുളം ബേബി ആൻഡ് അസോസിയേഷനിൽ ഓഡിറ്റ് മാനേജറാണ്. ചേട്ടൻ്റെ അമ്മ കേശുകുട്ടി അമ്മച്ചി സ്നേഹനിധിയായ ഒരു വീട്ടമ്മയാണ്. ചേട്ടൻ്റെ മൂത്ത സഹോദരൻ ജബോയ് കോട്ടയം വില്ലേജ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഭാര്യ റീനി സ്കൂൾ കൗൺസിലറാണ്. അവർക്ക് ഒരു മകളാണുള്ളത്, ജിയോണ തെരേസ മാത്യു. രണ്ടാമത്തെ സഹോദരൻ ജോബി ചേട്ടായി UK-യിൽ ആജീവനാണ്. ഭാര്യ സോന അഡ്വാൻസ് നഴ്സിംഗ് പ്രാക്ടീഷണറായി ആണ്. അവരുടെ മകൻ ജോൻ ജോബി. ദീപ ചേച്ചിയുടെ അച്ഛൻ TM ആന്റണി ട്രിവാൻഡ്രത്തിലെ ട്രാവൻകൂർ ടൈറ്റാനിയം നിന്ന് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അമ്മ മാർഗ്രറ്റ് സ്നേഹപൂർണ്ണയായ ഒരു കുടുംബി. ചേച്ചിയുടെ സഹോദരി വീണ ആന്റണി എറണാകുളത്ത്
സെന്റ് തെരേസാസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സഹോദരി ഭർത്താവ് ജോസ് മാനുവൽ ഡേയ്സ് കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സീനിയർ ക്ലർക്കാണ്. ഇവരുടെ മകൻ ആന്റണി 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. It is an eternal commitment to people to make, believe in, and understand each other. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഇവരെ തിരിതെളിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടായിയുടെ ജന്മദിനം കൂടിയാണിന്ന്. ആയുസ്സിൽ 1 വർഷം കൂടി ലഭിക്കുമ്പോൾ തനിക്ക് കൂട്ടുകാരി ലഭിച്ച ദീപ ചേച്ചിയും കുടുംബവുമായി ഒന്നുചേർന്നു ഒരുപാട് നാളുകൾ സന്തോഷമായി സ്നേഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരും ചേർന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Now I request ചേട്ടൻ and ചേച്ചി to cut the cake. Congratulations, say what the Lord has done for you. Congratulations, God is good. Them say that I can never be all that I see. I've seen that God is greater than that. Who can battle with the Lord? Nobody. Who can change his mind about me? Through many years, in many ways, I have seen his faithfulness ever and ever. Yeah. Congratulations, I have seen the glory of God. Congratulations, he has done it for me, and I have come back with a new song to sing. My God is good. Yes, I will come again with a new song of praise. My God is good. Congratulations, say what the Lord has done for me. Congratulations. Congratulations, time for jubilation. Congratulations, no more tribulation. I bring you good news where you cannot refuse. Hold on, I told you with Christ say you can never lose. Oh God, oh man, I beg you give me your attention. Very, very soon you will share your testimony. One by one you will tell your testimony. Bigger than money, we say sweeter than honey. Congratulations, you've seen the glory of God. Congratulations, he has done it for you, and you'll come back with a new song to sing. Your God is good. One day You will come again with a new song of praise. God is good. Congratulations. say you will come back with a new song to sing. My God is good. Tell little one you a go tell little one. Sit down on the rhythm like a king on a throne. And I put you boy alongside the day. Two and we together in a celebration. I have a message for you.
It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming led us here today. Can you see it? We got a beautiful story. Every moment on and on, we got a beautiful story, and we've only just begun. The best is yet to come. The best is yet to come. It's like running through an open door. It's like finding what you're looking for. We got a beautiful story. Every moment on and on, we got a beautiful story, and we've only just begun. The best is yet to come. The best is yet to come. The best is yet to. The best is yet to come. വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി. പൂക്കും ചിരി തിരി തെളിയും താരകം. നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം. കാൽ താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി. ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വാ. വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി. നിന്നെ ചുറ്റും കാട്ടായി മേഘക്കൂട പിടിച്ച് മോഹപ്പടവുകളേറി ഞാൻ. ചെല്ലച്ചുണ്ടത്തിറ്റും മല്ലിത്തേനും കൊതിച്ച് രാഗത്തിരകളിൽ നീന്തി ഞാൻ. രാവണിഞ്ഞനിലാവിലാദ്യമായി ഞാനലിഞ്ഞു സദാ. നീ പകർന്ന വിലോല സാന്ത്വനം ജീവനായതിതാ. കാത്തേ നിന്നതും പുതു ഹൃദയം തേടുന്നതും നീയാം സ്നേഹമായി
போகுதம்மா, நீரினில் வந்தது இந்நிஜமா, நான் கொண்ட காயங்கள் போகுதம்மா, நாடியும் மெல்லிசை ஆகுதம்மா, பிள்ளை வாசத்தில் ஆசைகள் தோரணம் சூடுதம்மா, நெஞ்சம் ஆனந்த மேகத்தில் ஊஞ்சலும் ஆடுதம்மா, என் உயிரிலிருந்து பிரிந்த பகுதி இங்கே, நான் இழந்த சிரிப்பும் இதய துடிப்பும் மீண்டும் இங்கே, இந்த நேரம் என் உயிரில் ஈரம், கண்ணெதிரில் காலம் நின்று விடுமா, என் நிலவில் ஓரம் புன்னகையின் கோலம், இந்த வரம் யாவும் தங்கிவிடுமா. பால்முகம் காணவே நான் தவித்தேன், இன்று நீ வர கேட்கிறேன் நாரோ, காத்தடம் வீழவே நான் துடித்தேன், உனை தாய் மடியேந்ததின் தாரோ. அதிகாலை மழைதானா, அவனோடு இனி நானா, இது நான் கேட்ட காலங்கள் தானா, இதிகாசம் இதுதானா, இவளோடு நடந்தேனா, இந்த மாயத்தில் நானும் விழுந்தேன்.